ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പെപ്പർ എഗ് കറിയാണ്. വളരെ എളുപ്പത്തിൽ 10 മിനിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. മസാല അതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ സവാള, മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് പിന്നെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചതായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സവാള നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച 1 തക്കാളി, നന്നായി പഴുത്ത 1 തക്കാളിയാണ് എടുത്തിരുന്നത്. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണം. അതിലേക്ക് ഇളക്കി കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഇത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള പെപ്പർ എഗ് കറി റെഡി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.